അപ്പുറത്ത് ഒരുപക്ഷെ സഞ്ജു സാംസൺ ഉണ്ടായിരുന്നെങ്കിൽ ലോകകപ്പ് സമയത്ത് ഫോമിലല്ലാതിരുന്ന അഭിഷേക് ശർമ്മയെ രക്ഷാകവചമായും ഉപദേശവുമായും അനുഭവം പങ്കുവെക്കലും ഒക്കെയായി സംരക്ഷിച്ചതുപോലെ എല്ലാ പന്തുകളും ഹിറ്റ് ചെയ്യുന്നതിന് പകരം എങ്ങനെ ഇന്റർനാഷണൽ ക്രിക്കറ്റ് കളിക്കണമെന്നുള്ള രീതി കൂടി അദ്ദേഹം വൈഭവിന് പറഞ്ഞു കൊടുത്തേനെ. അന്താരാഷ്ട്ര ക്രിക്കറ്റും IPL-ഉം കൂടിയുള്ള അത് രണ്ടും തമ്മിലുള്ള വ്യത്യാസം ഒരുപക്ഷെ വൈഭവിന് മനസ്സിലാക്കി കൊടുത്തേനെ. അദ്ദേഹത്തിന്റെ അനുഭവ സമ്പത്തിന്റെ പുറത്ത് കുറച്ചുകൂടി വൈഭവിനെ സഞ്ജു സാംസൺ ഉണ്ടായിരുന്നെങ്കിൽ കംഫർട്ടബിൾ ആക്കിയേനെ. പിന്നെ ഒരു കാര്യം, ശരിക്കും ഗൗതം ഗംഭീറും അജിത് അഗാർക്കറും ചേർന്ന് ഇന്ത്യൻ ടീമിലെ കളിക്കാരുടെ കരിയർ തന്നെ പൂർണ്ണമായും നശിപ്പിക്കുകയാണ് എന്ന ആ ഒരു വസ്തുതയാണ്. ലോകകപ്പ് ഹീറോകളായ സഞ്ജു സാംസണെയും അതുപോലെ ക്യാപ്റ്റൻ സൂര്യകുമാർ യാദവിനെയും ടീമിൽ നിന്ന് മാറ്റി നിർത്തി ടീം അംഗങ്ങൾക്കിടയിൽ തന്നെ ഒരു ഇൻസെക്യൂരിറ്റി ഉണ്ടാക്കിയത് മാത്രമല്ല, കളിക്കാരെ സെലക്ട് ചെയ്യുന്നതും വലിയൊരു പോരായ്മയായി ഇപ്പോൾ മാറിയിട്ടുണ്ട്. പരിക്കിൽ നിന്ന് മുക്തനായ ഉടൻ തന്നെ ഫിറ്റ്നസ് തെളിയിക്കുന്നതിനായി ഒരു ആഭ്യന്തര മത്സരം പോലും കളിപ്പിക്കാതെ ഹർഷിത് റാണയെ ഈ ടീമിലേക്ക് നേരെ തിരികെ കൊണ്ടുവരികയായിരുന്നു. സ്വാഭാവികമായും 3-4 മത്സരങ്ങൾക്ക് ശേഷം അദ്ദേഹത്തിന് വീണ്ടും പരിക്കേറ്റ് ടീമിൽ നിന്നും കഴിഞ്ഞ ദിവസം പുറത്തായിരിക്കുകയാണ്. അതുപോലെയാണ് വരുൺ ചക്രവർത്തിയുടെ കാര്യവും. ഈ വരുണിന്റെ കാര്യത്തിലും IPL 2026 മുതൽ ഫിറ്റ്നസ് പ്രശ്നങ്ങൾ നേരിട്ടിരുന്നിട്ടും പൂർണ്ണമായി സുഖം പ്രാപിക്കുന്നതിന് മുൻപേ അദ്ദേഹത്തെയും ടീമിലെടുത്തു. ഇപ്പോൾ വീണ്ടും പരിക്കിന് കാരണമായി അദ്ദേഹം പുറത്തേക്ക് പോവുകയും ചെയ്തു. ഇത്തരത്തിലുള്ള തിടുക്കത്തിലുള്ള തെരഞ്ഞെടുപ്പ് രീതി കളിക്കാരുടെ കരിയർ നശിപ്പിക്കുകയാണ്. ഇവർക്ക് പകരം വേറെ ആരെയും കിട്ടാഞ്ഞിട്ടൊന്നുമല്ല. IPL-ൽ നമുക്കറിയാം, മിന്നലാട്ടങ്ങൾ നടത്തിയവർക്കാർക്കും ഇന്ത്യൻ ടീമിൽ അവസരങ്ങളെ ലഭിച്ചിട്ടില്ല എന്നതൊരു വസ്തുതയാണ്. IPL-ൽ മിന്നിത്തിളങ്ങിയ രജത് പട്ടിദാരും കൃണാൽ പാണ്ഡ്യയും ഭുവനേശ്വർ കുമാരും സാക്കിബ് ഹുസൈനും ഹുസിൻ ഖാനും ഒക്കെയായിരുന്നു IPL-ൽ മിന്നിത്തിളങ്ങിയത്. അവരൊക്കെയും തീർച്ചയായും ഈ T20 ടീമിൽ അവസരം അർഹിക്കുകയും ചെയ്തിരുന്നു. അപ്പോഴാണ് നിരന്തരം പരാജയപ്പെടുന്ന തിലക് വർമ്മയ്ക്ക് വൈസ് ക്യാപ്റ്റനായി പ്രമോഷൻ കൊടുത്തത്. ദുബൈയും വാഷിംഗ്ടണുമൊക്കെ എങ്ങനെയൊക്കെയോ ടീമിൽ അവസരം കിട്ടിക്കൊണ്ടേ ഇരിക്കുന്നത്. ശ്രേയസ് അയ്യർ എന്ന ക്യാപ്റ്റനും അതിദയനീയമായി പരാജയപ്പെടുന്ന കാഴ്ചയാണ് കഴിഞ്ഞ മാച്ചിലും നമ്മൾ കണ്ടത്. ശ്രേയസ് എന്ന ബാറ്റർ ഫോമിലാണെങ്കിലും. ഏതായാലും ഇന്ത്യൻ ടീമിന്റെ ഈ ഒരു പോക്ക് എങ്ങനെയാണെങ്കിൽ ഭാവിയിൽ നമ്മൾ കാണാൻ പോകുന്നത് 2 കാര്യങ്ങളാണ്. ഒന്നുകിൽ ലോകകപ്പ് സമയത്തേതുപോലെ സഞ്ജുവിന്റെ ഒരു ഗ്രാൻഡ് തിരിച്ചുവരവ് നമുക്ക് കാണാൻ സാധിക്കും, അല്ലെങ്കിൽ 3ാമത്തെ ഫോർമാറ്റിലേക്കും ക്യാപ്റ്റനായുള്ള ശുഭ്മാൻ ഗില്ലിന്റെ വരവും ഒരുപക്ഷെ നമുക്ക് കാണാൻ സാധിക്കും. 2-ൽ 1 തീർച്ചയായും സംഭവിക്കും.